എന്താ നീ അങ്ങോട്ട് നോക്കി ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ആ തെങ്ങിനടിയിൽ വളമാണ്, ഗംഗാപ്രസാദ് ചീഞ്ഞ വളം. ആ കല്യാണ കാസറ്റ് കണ്ടിട്ട് കിരണേട്ട മുഹൂർത്ത സമയത്ത് അവിടെ ഇല്ലായിരുന്നെന്ന് ചോദിച്ചല്ലോ. അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നവരൊക്കെ അയാൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അയാള് ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർ. അയാളെ കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചു. മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇനിയും അയാൾ നമ്മളെ തേടി വന്നെന്ന് വരാം. ചിലപ്പോ കൂട്ടിക്കൊണ്ട് പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനി അയാൾ പറയുന്നത് അങ്ങോട്ട് ചെല്ലാനായിരിക്കും. അപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. കിരണേട്ട, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിനാ പേടിക്കുന്നത്? ആരാ തെങ്ങിനടിയിൽ കിടക്കുന്നത്? നിന്റെ പ്രാണനായിരുന്നു നിന്റെ അമ്മയുടെ പ്രാണനെടുത്തവൻ, നിന്റെ അമ്മയെ കത്തിക്കിരയാക്കിയവൻ. അല്ല, ഇനി കിരണേട്ടനെ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാ കിരണേട്ട സത്യങ്ങൾ പറയില്ലേ? ഞാൻ തന്നെ സംശയത്തോടെ കാര്യങ്ങൾ തിരക്കിയപ്പോ കിരണേട്ടൻ എന്നോട് നടന്നതെല്ലാം പറഞ്ഞതാ. പറയണമെങ്കിൽ പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെ വന്നാ ഇവിടേക്ക് പോലീസ് വരില്ലേ? കിരണേട്ടനെ അറസ്റ്റ് ചെയ്യില്ലേ? തെളിവെടുപ്പ് നടത്തുമ്പോ ആ തെങ്ങിനടിയിലുള്ള ബോഡി കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തില്ലേ? അപ്പൊ ആള് കൂടും, എല്ലായിടത്തും വാർത്തയാവും. അതാണോ നിന്റെ ഭയം? കല്യാണി, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ആള് കൂടുമ്പോഴും വാർത്ത ഉണ്ടാവുമ്പോഴും ആ വാർത്തകളിലെല്ലാം ഇടം പിടിക്കുന്നത് കൊടും ക്രിമിനലിനെ കൊന്ന കിരണമെന്നായിരിക്കും. അവൻ മരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജനങ്ങൾ വിധി എഴുതും. ജനങ്ങൾ അങ്ങനെ വിധി എഴുതിയെന്ന് വരാം. കോടതി എന്തായാലും തെളിവ് നശിപ്പിച്ചതിനും അതുപോലെ തന്നെ കൊന്നതിനും എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. ആ സമയത്ത് വേലുവിനും രതീഷിനും ഒറ്റുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ കല്യാണി. പിന്നെ കോടതിയിൽ കേസ് നടക്കുമ്പോ നമ്മളെ രക്ഷിക്കാൻ മിടുക്കനായ ഒരു വക്കീലുണ്ട്. മൂർത്തി ജ്വല്ലറിയുടെ കേസ് വാദിച്ച് മൂർത്തി മുത്തച്ഛനെയും ആദർശനെയും ഒക്കെ രക്ഷിച്ച ഒരു മിടുക്കനായ വക്കീൽ നവീൻ. അവനെ പോലൊരു വക്കീലുണ്ടെങ്കിൽ ഈ കേസിൽ നിന്ന് നമുക്ക് ഊരി പോരാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ ചിന്തയല്ലേ കിരണേട്ടാ? ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്ക്. സ്റ്റെഫി പരോളിൽ ഇറങ്ങിയിട്ട് നേരെ പോയത് ആ CI മാർട്ടിനെ കാണാനാ. അയാൾക്ക് അവൾ പരാതി കൊടുക്കുകയും ചെയ്തു. അവളും നല്ല വക്കീലിനെ വെക്കില്ലേ? ഗംഗാപ്രസാദ് ചെന്നൈയിൽ വെച്ച് പല കേസിൽ നിന്നും ഊരിപ്പോയത് മിടുക്കന്മാരായ വക്കീലുകളുടെ സഹായം കൊണ്ടാ. ആ വക്കീലമാരൊക്കെ അവന് വേണ്ടി കോടതിയിൽ ഹാജരാവില്ലേ? അതേപ്പറ്റി ഒന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല. അങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന നമ്മുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കില്ലേ? ഞാൻ ഏതായാലും അച്ഛനെ ഒന്ന് പോയി കാണട്ടെ. അച്ഛനെ ഈ വിവരങ്ങളൊക്കെ അറിയാം. പിന്നെ നീ ഇത് മറ്റുള്ളവരൊന്നും അറിയിക്കരുത്. കേസ് ഫൈനൽ സ്റ്റേജിലെത്തുമ്പോ അറിയേണ്ടവരൊക്കെ അറിഞ്ഞോളും. ഞാൻ ആ CA കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. അയാള് പ്രശ്നക്കാരൻ തന്നെയാ. ഈ പ്രശ്നക്കാരനെന്ന് പറഞ്ഞ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളൊന്നുമല്ല, കൈക്കൂലിക്കാരനുമല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആളാ. ഒരു പരാതി കിട്ടിയ ആ പരാതി പിടിച്ചു കയറി അതിന്റെ അവസാനം വരെ പോവും. അയാൾക്ക് എന്തൊക്കെയോ സൂചന കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് മുകളിലുള്ള ആളോട് കാര്യം പറയാന്ന് വെച്ചാൽ അവര് സംശയിക്കില്ലേ? അന്വേഷണം വഴിതിരിച്ചു വിടണമെന്ന് പറയാൻ പറ്റൂ. ഇനി പിടിക്കപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റിയിരിക്കും. പിന്നെ മരണപ്പെട്ടത് ഗംഗാപ്രസാദ്. അവൻ മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും കാണും. അവനെ കുറിച്ച് അറിഞ്ഞവരൊക്കെ അങ്ങനെ തന്നെയാ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും കല്യാണോട് സത്യം പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞില്ലെങ്കിലും അവളത് കണ്ടുപിടിക്കും. ഒന്നാമത് പറമ്പിൽ നിൽക്കുന്ന തെങ്ങ് അവളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അതേപ്പറ്റിയൊക്കെ അവൾ ചോദിച്ചപ്പോ നടന്നതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല. എടാ, നമ്മള് രണ്ടു തരത്തിലെ കുറ്റവാളികളാവാം. ഒന്ന് ശരിക്കും ചെയ്യുന്ന കുറ്റം, മറ്റൊന്ന് അറിയാതെ ചെയ്യുന്ന കുറ്റം. പക്ഷെ ഇവിടെ അറിയാതെ ചെയ്ത കുറ്റമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കുറ്റം. നീ പലപ്പോഴും ഗംഗാപ്രസാദിനെ തേടി പോയിട്ടുണ്ട്, അവന്റെ ദേഹത്ത് കൈവച്ചിട്ടുമുണ്ട്. പക്ഷെ കാർത്തികയുടെ കല്യാണം നടക്കുന്ന ദിവസം അങ്ങനെ ആയിരുന്നില്ല. അവൻ മരണം തേടി വരികയായിരുന്നു. കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയും വെടിവെച്ച് വീഴ്ത്താൻ പോകുന്ന സമയത്ത് നീ അവനെ നേരിട്ടത്. പക്ഷെ അവിടെ നിനക്കൊരു അബദ്ധം പറ്റിപ്പോയി. അവിടെ വെച്ചവനെ തല്ലിക്കൊന്നിട്ട് ആ വിവരം നീ പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു. എടാ, 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്ത പ്രവൃത്തിയായിരുന്നു അത്. അത് നിനക്ക് പ്രൂവ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ കൊന്ന ശേഷം ആരും അറിയാതെ കൊണ്ടുപോയി മറവ് ചെയ്യുകയുണ്ടായത്. ഇനിയിപ്പം നടന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, അതൊക്കെ വലിയ തലവേദനയാ. അന്വേഷണമൊക്കെ മറുപോലെ നടക്കട്ടെ. അയാൾക്ക് എന്നെ വ്യക്തമായി സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അയാൾ വീണ്ടും വീട്ടിലേക്ക് വന്നത്. ഇനി ഒരു പക്ഷെ 3ാമത്തെ തവണ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അയാൾ ചിലപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിന്നെ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്ന് വരാം. പിന്നെ ഈ പോലീസുകാർക്കും അറിയാലോ ഗംഗാപ്രസാദിന്റെ ചരിത്രം. അതുകൊണ്ട് പോലീസ് പറയുന്നത് നിന്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പല പോലീസുകാർക്കും ജനങ്ങൾക്കും അവനെ കൊന്നതിന്റെ പേരിൽ നിന്നോട് വലിയ മതിപ്പായിരിക്കും. ഇത് പിടിക്കപ്പെട്ടിട്ട് കേസൊക്കെ നടക്കുകയാണെങ്കിൽ എടാ നമുക്ക് എങ്ങനെയെങ്കിലും ഊരി പോരാം. എടാ, അതിന് പറ്റിയൊരു വക്കീലുണ്ടല്ലോ. അറിയില്ലേ നമ്മുടെ അനന്തമൂർത്തി സാറിന്റെ കേസിൽ നിന്ന് രക്ഷിച്ച നവീനെ കുറിച്ച്? നവീൻ നിന്റെ സുഹൃത്തല്ലേ? അതെ, കേസിനെ പറ്റിയും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളെ പറ്റിയും ഞാൻ ചിന്തിക്കുന്നില്ല അച്ഛാ. ഈ അന്വേഷണം എവിടെ എത്താതിരുന്നാൽ സന്തോഷം, അത്രേ ഉള്ളൂ. എടാ, അങ്ങനെ നീ പറയുമ്പോഴും പോലീസിൽ പരാതി കൊടുത്ത ഒരുത്തി പുറത്തുണ്ട്. സ്റ്റെഫിയുടെ സുഹൃത്തുക്കളുണ്ട് ഈ പരിസരത്ത് തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർത്തികയോടും ദിലീപിനോടും ഒക്കെ സൂക്ഷിക്കണം. എടാ, അവര് മാത്രമല്ല നീയും സൂക്ഷിക്കണം. മുമ്പ് ഗംഗ വെറുക്കുന്ന കാർത്തികയും ലക്ഷ്മിയമ്മയും തേടിയ അവനും അവന്റെ സുഹൃത്തുക്കൾ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോ സ്റ്റെഫിയും ഗംഗയുടെ സുഹൃത്തുക്കൾ നടക്കുന്നത് ഗംഗയുടെ കൊലപാതകയോട് പകരം വീട്ടാണ്. അത് നീയാണെന്ന് ഉറപ്പിക്കുന്നതോടെ പിന്നെ അവരുടെ ആദ്യത്തെ ടാർഗറ്റ് നീ ആയിരിക്കും. അയാൾ അവിടെ വരുന്നതിന് മുമ്പ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് കിരണിന്റെ മുഖത്ത് വ്യക്തമാണ്. അയാൾക്ക് മാത്രമല്ല, രതീഷ്, വേലു അവരുടെ മുഖത്തും പതർച്ച വ്യക്തമാണ്. കിരണേട്ടാ, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഏയ്, ഒന്നുമില്ല. എനിക്കറിയാം, ആ കേസിനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. അച്ഛനെ കണ്ടില്ലായിരുന്നോ? കണ്ടു. ഇനിയിപ്പോ കേസ് നടക്കുകയാണെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിലും ഇത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞത്. നമ്മള് പോലീസിനെയല്ല പേടിക്കേണ്ടത്, പുറത്തുള്ള സ്റ്റെഫിയും അതുപോലെ തന്നെ ഗംഗാപ്രസാദിന്റെ ഫ്രണ്ട്സിനെയാ. അതാ സത്യം. ഗംഗാപ്രസാദിനെ പോലൊരാളെ കൊന്നു എന്നത് പൊതുസമൂഹത്തിൽ വലിയൊരു വിഷയമായിട്ട് വരത്തില്ല. ചാനലുകാരും മാധ്യമങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ. നമ്മുടെ മറ്റ് പല സ്റ്റേറ്റുകളിലൊക്കെ ഇതുപോലുള്ള ക്രിമിനൽസിനെ ഏറ്റുമുട്ടലിൽ കൊന്നു കളയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒരു 100 തവണയെങ്കിലും മരിക്കേണ്ട സമയം കഴിഞ്ഞു ഈ ഗംഗാപ്രസാദ്. CI മാർട്ടിനെ പോലെ ഒരാളായതുകൊണ്ടാ ഇതിനെ പിന്നാലെ ഇങ്ങനെ മെനക്കെട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചല്ലേ ഈ കേസ് എഴുതി തള്ളിയനെ. അവൻ സുകുമാരക്കുറിപ്പിനെ പോലെ ആയനെ. അച്ഛനച്ഛന്റെ സ്വാധീനമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ? പറ്റിയനെ. പക്ഷേ
ഞാൻ തെറ്റ് ചെയ്തെന്ന് പോലീസിലെ തലപ്പത്തുള്ളവരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ സംസാരിക്കേണ്ടി വരില്ലേ? ഇനി ഈ കേസ് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയെങ്കിൽ മാത്രമേ അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുവരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന നിവൃത്തിയുള്ളൂ. ആ സി ഏതാണ്ട് ഇതിന്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മളെ കാണാൻ അയാൾ വരൂ. കല്യാണത്തിന്റെ വിഷ്വൽസും ആവശ്യപ്പെടില്ല. താലിയിട്ട സമയത്ത് കിരണേട്ടൻ അവിടെ ഇല്ല. അതുപോലെ തന്നെ രതീഷേട്ടനും വേലും ആ സമയത്ത് കിരണേട്ടന്റെ പിന്നാലെ വന്നതുകൊണ്ട് അവരും ദൃശ്യങ്ങളൊന്നുമില്ല. അതൊക്കെ അയാള് നല്ല സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലുള്ള 1-2 വീടുകളിൽ CCTV ഉണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് എന്റെ സംശയം. പിന്നെ കോടതിയും കേസൊക്കെ ആയ നമ്മുടെ അഡ്വക്കേറ്റ് നവീനുണ്ട്. അതേപറ്റി അച്ഛനും പറഞ്ഞു. അവൻ എന്റെയും ആദർശിന്റെ ഒക്കെ ഫ്രണ്ടല്ലേ. ആദർശേട്ടനോട് പറഞ്ഞാലോ? ആ പറയേണ്ടതാ. അവൻ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി കേസ് കുറച്ചുകൂടെ കടുക്കുകയാണെങ്കിൽ അവനെയും നയനൊക്കെ വിവരം അറിയിക്കാം. നവീനോടും ഇതൊന്ന് പറഞ്ഞു വെക്കണം. പിന്നെ ഗംഗാപ്രസാദിനെ കൊന്നെന്ന് പറഞ്ഞാൽ ആദർശൊക്കെ എനിക്ക് കൈ തരത്തേയുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. 2-3 തവണ അവനെ കൈ കിട്ടിയിട്ടും അവനെ കൈകാര്യം ചെയ്യാത്തതിന്റെ പേരിൽ അവർക്ക് എന്നെ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാ. സരി വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അവളിപ്പോ 24 മണിക്കൂറും ജോലിയിൽ മുഴുകിയിരിക്കാണല്ലോ. ആ എന്നോടുള്ള പിണക്കം അവൾക്ക് എപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. ഞാൻ എന്തായാലും അവളൊന്ന് കണ്ടിട്ട് വരാം. സരിയോ, കുറച്ചു നാളുകൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ചു നാളുകൾക്ക് ശേഷം ഞാനും കമ്പനിയിലേക്ക് വരുന്നത്. അതെന്തുകൊണ്ടാ വരാത്തതെന്ന് സരിവിന് അറിയാലോ. പിന്നെ അതിനിടയ്ക്ക് സരയുൻ എന്നോട് നല്ല നീരസമായിരുന്നു അറിയാം. ആ നീരസത്തിലൊന്നും വലിയ പ്രസക്തിയില്ല കല്യാണി. ഞാനിപ്പോ നിങ്ങളുടെ ശമ്പളക്കാരിയാ. ഞങ്ങൾ അങ്ങനൊന്നും കരുതിയിട്ടില്ല. സരയുന്റെ കഴിവിനും ആത്മാർത്ഥതയ്ക്കും അനുസരിച്ച് കമ്പനിക്ക് ഉണ്ടാവുന്ന നേട്ടത്തിന്റെ ഒരു അംശം സരയുന് തരണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ തന്നെ കൺമണിയുടെ പേരില് ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചെയ്യും അവൻ. എന്റെ കിരൺ, നീ അതേപ്പറ്റിയൊന്നും എന്നോട് പറയണ്ട. അവൻ തന്ന ദാനമാണല്ലോ നിന്റെ ജീവിതം പോലും. സരയുന്റെ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല. എന്തേലും മനസ്സിൽ കരട് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. ഇനി ഒരിക്കലും അങ്ങനൊന്നും ഉണ്ടാവില്ല. മനോഹരനെ കാണാനോ അവനെ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാനോ ഇനി ഞങ്ങൾ മെനക്കെടില്ല. അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. എങ്കിലും എന്നെ ഫോണിൽ വിളിച്ച് വിഷമത്തോടും ദേഷ്യത്തോടും ഒക്കെ ആണല്ലോ സര സംസാരിച്ചത്. ആ അങ്ങനെയുള്ള ദേഷ്യങ്ങൾ അടക്കാൻ എനിക്കിപ്പോ കഴിയും. പഴയ സരിയല്ല ഞാൻ. അതറിയാം. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ സരയുനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. അവളുടെ ഒരു മാപ്പ് ആർക്ക് വേണോടി നിന്റെ മാപ്പ്? നീ ചെയ്ത ചതിക്കുള്ള പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ടടി. വീണ്ടും എന്തൊക്കെയോ ആലോചിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. സരയുന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് എന്നോട് പറയാം. ഇപ്പൊ തന്നെ താരാന്റിയുമായി മാറി താമസിക്കുന്നതില് ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. സത്യത്തിൽ ജനിച്ചു വളർന്ന കളിച്ചു നടന്ന കുടുംബ വീട്ടിൽ തന്നെ ശാരിയാന്റിക്കൊപ്പം കഴിയണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതാണ് കിരണേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷം. പിന്നെ കൺമണി മോളും അവിടെ ഉണ്ടല്ലോ. തൽക്കാലം ഈ ജീവിതം എനിക്കിഷ്ടം. എന്റെ മോളെ എപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്ന് സങ്കടമുണ്ട്. പക്ഷേ എന്റെ മോക്ക് തണലായ ആൾക്കാർക്കൊപ്പം എന്റെ മോള് കഴിയുന്നത്. എപ്പോ വേണമെങ്കിലും എനിക്ക് അവിടെ പോവാൻ താമസിക്കാം. മോളെ കാണുന്നതിലും ബുദ്ധിമുട്ടില്ല. മോളെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊപ്പം കൊണ്ടുവരികയും ചെയ്യാം. പിന്നെ എന്റെ സ്വന്തം അമ്മയ്ക്കൊപ്പം ഞാൻ താമസിക്കുന്നത്. എത്രയോ കാലം മകളെ തേടി നടന്ന അമ്മയത്. പിന്നെ മകളെ കണ്ടു കഴിഞ്ഞപ്പോ ആ മകള് അമ്മയെ കൊല്ലാനാ ശ്രമിച്ചിട്ടുള്ളത്. അതിനൊക്കെ പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ജീവിതം ശരിക്കും ഞാൻ ആസ്വദിക്കുവോ. അതങ്ങനെ തന്നെ പോട്ടെ. എന്റെയും കിരണേട്ടന്റെയും ഭാഗത്തുനിന്ന് നിനക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നീ ഞങ്ങളെ വെറുത്താലും ഞങ്ങൾക്ക് വെറുപ്പില്ല. കാരണം നിന്നെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞവരാ ഞങ്ങളെ രണ്ടാളും. നീ എന്തറിഞ്ഞെന്നാ ഈ പറയുന്നേ? നീ ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ കിരൺ ഉണ്ടല്ലോ, അവൻ എന്നെ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണോടി അവനെ എന്റേത് മാത്രമായിട്ട്. ആ എടാ സജീവ, സർ. ഒന്നുകൂടെ വരേണ്ടി വന്നു. ആ ഗംഗാപ്രസാദിനെ കാണാനില്ലെന്നൊക്കെയാ പറയുന്നത്. അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. പരാതി കിട്ടിയ അന്വേഷിച്ചല്ലേ പറ്റൂ പോലീസിന്. അയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുമല്ലേ സാർ? പിടികിട്ടാ പുള്ളികൾക്ക് പോലീസ് പിടിയിലാവുന്നതിന് മുമ്പ് മരിച്ചൂടെ? അല്ലെങ്കിൽ അവർ ആർക്കെങ്കിലും കൊന്നൂടെ? അപ്പൊ പിന്നെ അത് കൊലപാതകമാവില്ലേ? കോടതിക്കല്ലാതെ നമുക്ക് മനുഷ്യർക്കാരെയും വധശിക്ഷയ്ക്ക് വിധിക്കാനാവില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാർ. ഇനി എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ സാർ? ഉള്ളതുകൊണ്ടല്ലേ വന്നത്. അന്നത്തെ CCTV ഫുട്ടേജ് ഒക്കെ പരിശോധിച്ചായിരുന്നു സാർ. ആ അതൊക്കെ നോക്കി. അതിൽ നിന്നൊരു പൊട്ടും പൊടിയും കിട്ടിയില്ലേ? എന്നാ പിന്നെ ക്യാമറ കണ്ണിനേക്കാൾ നല്ലത് സ്വന്തം കണ്ണാണെന്നൊരു തോന്നല്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം സാർ. ഓ എനിക്ക് പ്രത്യേക സഹായം താൻ ചെയ്തു തരണ്ട. ഈ ഓഡിറ്റോറിയത്തിന്റെ അകവും പുറവുമല്ല എനിക്ക് ഒന്നുകൂടെ സെർച്ച് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ബാക്ക് വശമൊക്കെ നോക്കണം. പുറത്ത് ബാത്റൂം ഉണ്ടോ? ഉണ്ട് സാർ. കോമൺ ബാത്റൂമാ. ഇതിന് ഗോഡൌൺ എന്തെങ്കിലും ഉണ്ടോ? അതും ഉണ്ട് സാർ. ആ എല്ലാം വിശദമായിട്ട് കാണണം. വരൂ സാർ. അല്ല സജീവേ, കല്യാണം കഴിഞ്ഞ് കല്യാണ പാർട്ടിയുടെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല സാർ, വന്നിട്ടില്ല. അല്ല ഈ ഫൈനൽ സെറ്റിൽമെന്റിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിരുന്നു? സെറ്റിൽമെന്റ് ഒക്കെ മൊബൈൽ ട്രാൻസാക്ഷൻ വഴി നടത്തുമായിരുന്നു സാർ. ഈ കിരണാണോ നടത്തിയത്? അതെ സാർ. ഒരാൾക്ക് മതിലിന് മുകളിലൂടെ നിഷ്പ്രയാസം ചാടാം അല്ലെ? ആ ഗോഡൌൺ എവിടെ എന്നാ പറഞ്ഞേ? അവിടെ സാർ. ആ